ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബം ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അനുഗ്രഹപ്രദമായ കുടുംബത്തിൻ്റെ താളം കണ്ടെത്തുന്ന വ്യക്തികൾ, കുടുംബങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹപ്രദമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ദൈവകൃപയിൽ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ദൈവം തന്ന മക്കളെ സ്നേഹത്തോടെ വളർത്തുന്ന കുടുംബാംഗങ്ങളെയാണ് നമുക്ക് പരിചയപ്പെടാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താണ് പേര്? എൻ്റെ പേര് സേജോ പാലാക്കുന്നേൽ. ഞാൻ അമേരിക്കയിൽ ഷിക്കാഗോയിലാണ്. നാട്ടില് ചങ്ങനാശ്ശേരിക്കടുത്ത് മാമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ പേര് മറിയ. ഞാൻ നാട്ടില് കാഞ്ഞിരപ്പള്ളി കടമപ്പുഴ കുടുംബാംഗമാണ്. ഞങ്ങൾ ഷിക്കാഗോയിൽ കല്യാണം കഴിഞ്ഞിട്ട് വന്നതാണ്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. 20 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ സേജോയും മരിയയും ദൈവം നിങ്ങൾക്ക് എത്ര മക്കളെ നൽകി? ദൈവം ഞങ്ങളെ 6 മക്കൾ തന്നിട്ടുണ്ട്. 6 മക്കളുടെ മാതാവും പിതാവുമായ സേജോ മരിയയും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ് ഈ 6 മക്കൾ. സേജോ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഷിക്കാഗോയിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നത്. ഞാനും ഇവിടെ യൂണിവേഴ്സിറ്റി തന്നെയാണ്, മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത്. സേജോയും മരിയയും രണ്ടുപേരും ഇവിടെ അടുത്തുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുകയാണ്. അതെ. സേജോയും മരിയയും ഈ ജോലിയുടെ ഇടയ്ക്കും ഈ 6 മക്കളുടെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എങ്ങനെയാണ് നിർവഹിക്കുക? എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു? ഞങ്ങളെ എല്ലാ ദിവസവും പിള്ളേരെല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങള് എല്ലാ രാത്രിയിലും, പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും കൂടുന്ന സമയങ്ങളെല്ലാം മിക്ക ദിവസവും തന്നെ ഞങ്ങൾ കൊന്ത കൂടാറുണ്ട്. വൈകുന്നേരം കുരിശ് വരയ്ക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നിർബന്ധമായിട്ട് ഞങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ഞങ്ങളെല്ലാവരും വൈകുന്നേരം 7 മണിക്ക് ഇവിടെ ഒരു കുർബാനയുണ്ട് അടുത്തുള്ള പള്ളികളിൽ. അപ്പോൾ അവിടെ ഞങ്ങൾ മുടങ്ങാതെ പോകാറുണ്ട്, ഞായറാഴ്ച കൂടാതെ. അപ്പോൾ പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ ഒരു കുടുംബത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ മക്കളുമായി ഒരുമിച്ച് ജപമാല ചെല്ലുകയും ഞായറാഴ്ചയും മറ്റ് 2 ദിവസവും ആഴ്ചകളിൽ ദീപബലിയിൽ സംബന്ധിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ്. 6 മക്കളെ വളർത്തുമ്പോൾ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, നിങ്ങളുടെ ജോലിയുടെ കാര്യം നോക്കണം. ഇതൊക്കെ എങ്ങനെയാണ് സമയം ക്രമീകരിക്കുന്നത്? മക്കൾക്ക് സ്കൂളിൽ തുടങ്ങുമ്പോൾ അവരുടേതായ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ മക്കൾക്ക് സഹായിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സമയം കണ്ടെത്തുന്നു? ഞങ്ങൾ രണ്ടുപേരും ഈക്വലി ഷെയർ ചെയ്താണ് ഓരോ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത്. പിന്നെ പിള്ളേർ ഒത്തിരി അവർ തന്നെത്താനെ കുറേ എല്ലാം ഇൻഡിപെൻഡൻ്റ് ആണ്. പിന്നെ അവർ വീട്ടിലത്തെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവരതനുസരിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന നിലനിൽക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾ അറിയുന്നത്. മക്കളും മാതാപിതാക്കളോടൊപ്പം ചേർന്ന് തങ്ങളുടെ സിബ്ലിങ്സിനെ സഹായിക്കുന്ന ഒരു കുടുംബം. അനുഗ്രഹിക്കപ്പെട്ട ഈ കുടുംബത്തിൽ പ്രാർത്ഥനയിൽ മക്കളെല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കുമോ? കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഓരോ ദിവസവും ഓരോരുത്തർക്കാണ് കൊന്ത ചെല്ലുന്നതിൻ്റെ ഇൻചാർജ് ഉള്ളത്. 6 മക്കളിൽ അവർ ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്ക് അവരാണ് ലീഡ് ചെയ്യുന്നത്, മുൻകൈ എടുക്കുന്നത്. കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയിലേക്ക് ഒരു ഫോം ചെയ്യുന്ന മാതാപിതാക്കളെയാണ് നമ്മൾ കാണുന്നത്. മക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ കുടുംബ പ്രാർത്ഥനയിൽ അവസരം കൊടുക്കുന്ന മാതാപിതാക്കൾ. അപ്പോൾ ഓരോരുത്തരും പല ദിവസങ്ങളിലായിട്ട് മാറി മാറി പ്രാർത്ഥന നയിക്കുന്നു, അല്ലേ? അതെ. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മക്കളാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഈ മക്കളുടെ ഈ ഒത്തൊരുമയിൽ നിങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. നമുക്ക് മക്കളെ ഒന്ന് പരിചയപ്പെടാം. ആ 6 മക്കളാണ് ഉള്ളത്, അല്ലേ? മൂത്ത മോൻ്റെ പേരെന്താണ്? മൂത്ത മോൻ്റെ പേര് ജേക്കബ് പാലക്കുന്നൽ. അവൻ ഇപ്പോൾ സമ്മർ ജോബാണ്. 12th കഴിഞ്ഞു. നീ കോളേജിലോട്ട് പോകുന്നു. ഇപ്പൊ ഈ സമയത്ത് ഇവിടെ സമ്മർ ജോബ് ചെയ്യാനുള്ള സമയമുണ്ട് പിള്ളേർക്ക്. അപ്പൊ അതുകൊണ്ട് അവൻ ഞങ്ങളോട് ഇപ്പൊ ഇല്ല. മൂത്ത മകൻ ജേക്കബ് സമ്മർ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല.
രണ്ടാമത്തെ ആള് ഞാൻ ജോസഫ്. ജോസഫ്. ഞാനിപ്പോ 15 വയസ്സ്. ഞാൻ പഠിക്കുന്നത് 10ാം ക്ലാസ്സില്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആള് എന്റെ പേര് അന്ന. എനിക്കിപ്പോ 14 വയസ്സാ. ഞാൻ 9ാം ക്ലാസ്സിൽ പോവാം. മൂന്നാമത്തെ ആളുടെ പേര് അന്ന. 10ാം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. നാലാമത്തെ ആള് എന്റെ പേര് ജെയിംസ്. ജെയിംസ്. ഞാൻ 11 years old. 11 വയസ്സ് ജെയിംസ്. ഞാൻ 6th grade പോവാം. 6ാം ഗ്രേഡിലേക്ക് ജെയിംസ് പ്രവേശിക്കുന്നു. മോടെ പേര്? എന്റെ പേര് സേറ. സേറ. ഞാൻ 9 years old. 9 വയസ്സുണ്ട് അല്ലേ? ഞാൻ 4th grade പോവാം. 4th ഗ്രേഡിൽ പോവാ. ഈ കൊച്ചുമോടെ പേരെന്താ? ഗ്രേസ്. കൊച്ചുമോക്ക് എത്ര വയസ്സുണ്ട്? 1.5 വയസ്സ്. അപ്പോഴും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലേ? അതുപോലെ കുട്ടികളുടെ മറ്റുള്ളവരുടെ ഒക്കെ ഉത്തരവാദിത്വം എല്ലാവരും ഷെയർ ചെയ്യുന്നു അല്ലേ? അങ്ങനെ പരസ്പരം സഹായിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെയാണ് നമ്മൾ ഇവിടെ കണ്ടെത്തുന്നത്. കുടുംബാംഗങ്ങളിൽ മക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ കൂടുതലായി നിർഗളിക്കുന്ന ഒരു കുടുംബത്തെ നമ്മളിവിടെ കാണുകയാണ്. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു കുടുംബം. ഈ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ? കുടുംബാംഗങ്ങളിൽ മക്കളുമായിട്ടുള്ള നിങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തെക്കുറിച്ച്. മക്കള് കൂടുന്തോറും ദൈവത്തിന്റെ അനുഗ്രഹം കൂടുതൽ, ദൈവത്തിന്റെ കൃപയും കൂടുതൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ കൂടുന്തോറും ദൈവത്തിന്റെ കൃപയും കൂടും. അതെ, അതാണ് അനുഭവസ്ഥർ പറയുന്നത്. മരിയ എന്ത് പറയുന്നു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓർക്കും ഒത്തിരി പാടാണ്, ഒത്തിരി പിള്ളേരുള്ളപ്പം. പാടില്ലെന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് ഒത്തിരി അതുകൊണ്ട് സന്തോഷമുണ്ട്. പിന്നെ മക്കളെല്ലാവരും ഒരുമയോടെയും ദൈവത്തിനോടടുത്തും ജീവിക്കുമ്പോഴത്തേക്കിനും അതിൻ്റെതായ ഒരു സന്തോഷം നമുക്ക് എന്നും അനുഭവപ്പെടാറുണ്ട്. ഒത്തിരിയേറെ സന്തോഷം. ഈ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഞങ്ങളുടെ ചാനലിന് പരിചയപ്പെടുത്തിയതിന് സൈജോയ്ക്കും മരിയയ്ക്കും മക്കൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ പരസ്പര ബഹുമാനം, നിങ്ങളുടെ പരസ്പരമായുള്ള കരുതൽ നിങ്ങളെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് കാണുന്ന ചാനൽ കാണുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഒരു പ്രചോദനമാകട്ടെ. നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you.